ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ മത്തയില തോരനാണ് കേട്ടോ. അപ്പോൾ ആ മത്തയിലയൊക്കെ നന്നായി പറിച്ച് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് മത്തയില നല്ല കുനുകുന അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ നല്ല കുനുകുന അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാം നന്നായിട്ട് ഇതേപോലെ അരിഞ്ഞതായി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചത് ഒന്നും കൂടി നന്നായിട്ട് അരിഞ്ഞു കൊടുക്കാം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ മത്തയില തോരൻ വെക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ കർക്കിടകമൊക്കെ അല്ലേ, ഇലക്കറികളൊക്കെ വെക്കാമോ എന്ന് ചിലർ ആലോചിക്കും. പക്ഷേ കർക്കിടക വാവിൻ്റെ അന്നേ എടുക്കാതെ ഇരിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഇലക്കറികളൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മത്തയില നല്ല കുനുകുന അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് മത്തങ്ങ പിടിക്കുന്നില്ലായിരുന്നു കേട്ടോ. മത്തങ്ങ ഒരു കുഞ്ഞായിട്ട് വരുമ്പോഴേ അങ്ങ് പൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഇല പറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങയും കാന്താരിമുളകും വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തയില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചില്ലേ തേങ്ങയുടെ അരപ്പ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതി ഒഴിച്ച് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയാം കേട്ടോ കൊല്ലത്തൊക്കെ. എന്നിട്ട് നമുക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തയിലേക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.